ശരി, ഇവിടെ അവിശ്വാസ പ്രമേയം അല്ലെങ്കിൽ നോ കോൺഫിഡൻസ് മോഷനുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഓക്കെ, ഇത് പഠിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പിള്ളേരെ, ഈ പറയുന്ന പാർലമെന്റ് പാർലമെന്റ് അതുപോലെ ഗവൺമെന്റ് ഇത് രണ്ടും ഒന്നല്ല, ഇത് രണ്ടും രണ്ടാണ്. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ നിയമസഭ അതുപോലെ സംസ്ഥാന ഗവൺമെന്റ് ഇത് രണ്ടും ഒന്നല്ല, രണ്ടും രണ്ടാണ്. മനസ്സിലായ? ഇപ്പൊ പാർലമെന്റ് വേറെയാണ്, കേന്ദ്ര ഗവൺമെന്റ് വേറെയാണ്, നിയമസഭ വേറെയാണ്, സംസ്ഥാന ഗവൺമെന്റ് വേറെയാണ്. മനസ്സിലായല്ലോ? ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, പാർലമെന്റിൽ നമുക്കിപ്പോ രണ്ട് ഘടകങ്ങളുണ്ടല്ലേ? പാർലമെന്റിന് പ്രധാനമായിട്ടും നമ്മൾ രണ്ട് സഭകളുണ്ട്. ഘടകങ്ങൾ 3 രാഷ്ട്രപതിയും ചേർത്ത്. എന്നാൽ രണ്ട് സഭകളുണ്ട്. ഏതൊക്കെയാണുള്ളത്? ലോകസഭയും രാജ്യസഭയും. ഈ ലോകസഭയില് ഭൂരിപക്ഷമുള്ള പാർട്ടി അല്ലെങ്കിൽ മുന്നണിയാണ് എന്ത് രൂപീകരിക്കുന്നത്? ഗവൺമെന്റ് രൂപീകരിക്കുന്നത് അല്ലേ? ഗവൺമെന്റ് രൂപീകരിക്കുന്നത്. ഓക്കെ അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ലോകസഭാ ഇലക്ഷനിൽ ഭൂരിപക്ഷം ലഭിക്കുന്ന പാർട്ടിയുടെ അല്ലെങ്കിൽ മുന്നണിയുടെ നേതാവിനെയാണ് രാഷ്ട്രപതി ഗവൺമെന്റ് രൂപീകരിക്കാൻ ക്ഷണിക്കുന്നത്. അങ്ങനെ ആ ഭൂരിപക്ഷം ലഭിച്ച പാർട്ടിയാണ് അല്ലെങ്കിൽ മുന്നണിയാണ് എന്ത് ചെയ്യുന്ന കുട്ടികളെ? ഗവൺമെന്റ് രൂപീകരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ പറയുന്ന ഗവൺമെന്റ് രൂപീകരിക്കുന്നത് ആരാണോ ആ ഗവൺമെന്റിന് എന്തുണ്ടാകണം? ലോകസഭയിൽ ഭൂരിപക്ഷം ഉണ്ടാകണം. മനസ്സിലായ? ഓക്കെ അല്ലേ? ലോകസഭയിൽ ഭൂരിപക്ഷം ഉണ്ടാകണം. ലോകസഭയിൽ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ആ ഗവൺമെന്റ് തുടരത്തുള്ളൂ. നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട് പിള്ളേരെ, നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന് കൂട്ടുത്തരവാദിത്തം ആരോടാണ്? സെൻട്രൽ ഗവൺമെന്റ് കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ആരോടാണ് കുട്ടികളെ? കൂട്ടുത്തരവാദിത്തം അല്ലെങ്കിൽ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയും. ലോകസഭയോടാണ്. കാരണം ലോകസഭയിലാണ് അവരുടെ ഭൂരിപക്ഷം തെളിയിക്കേണ്ടത്. ഓക്കെ അല്ലേ? ലോകസഭയിലാണ് ഭൂരിപക്ഷം തെളിയിക്കേണ്ടത്. അത് ഏതെങ്കിലും ആർട്ടിക്കിളിൽ പരാമർശിക്കുന്നുണ്ടോ എന്ന് കേട്ട് കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 75(3) പരാമർശിക്കുന്നുണ്ട്. ആർട്ടിക്കിൾ പറയുന്നുണ്ട് കേട്ടോ. അതായത് സെൻട്രൽ ഗവൺമെന്റിന്, കേന്ദ്ര ഗവൺമെന്റിന് ലോകസഭയോടാണ് കൂട്ടുത്തരവാദിത്തമെന്ന്, ആര് പറയുന്നുണ്ട്? ഈ പറയുന്ന ആർട്ടിക്കിൾ 75(3) പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് സംസ്ഥാന നിയമസഭയോടാണ്, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയോടാണ് കൂട്ടുത്തരവാദിത്തം എന്നും പറയുന്നുണ്ട്. അത് ഏത് ആർട്ടിക്കിളിലാ പറയുന്നേ? അതായത് സംസ്ഥാന ഗവൺമെന്റ് ഭൂരിപക്ഷം തെളിയിക്കേണ്ടത് എവിടെയാ? സംസ്ഥാന നിയമസഭയിലാണ്. സംസ്ഥാന നിയമസഭയിൽ ഇലക്ഷനിൽ വിജയിക്കുന്ന പാർട്ടിയുടെ അല്ലെങ്കിൽ മുന്നണിയുടെ നേതാവിനെയാണ് ഗവർണർ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കുന്നത്. അപ്പം നിയമസഭയിലാണ് കൂട്ടുത്തരവാദിത്തം വരുന്നത്. അത് ഏത് ആർട്ടിക്കിളാ പിള്ളേരെ? ഏത് ആർട്ടിക്കിളാ? ആർക്ക് പറയാം? ഏത് ആർട്ടിക്കിളിലാണ് അത് പറയുന്നത്? 164(2) എന്ന ആർട്ടിക്കിൾ. 164(2) എന്ന ആർട്ടിക്കിൾ. ഇവിടെ 75(3) എന്ന ആർട്ടിക്കിള് സെൻട്രൽ ഗവൺമെന്റിന് ലോകസഭയോട് കൂട്ടുത്തരവാദിത്തമാണെന്നും 164(2) എന്ന ആർട്ടിക്കിള് സ്റ്റേറ്റ് ഗവൺമെന്റിന് സംസ്ഥാന നിയമസഭയിൽ കൂട്ടുത്തരവാദിത്തമാണെന്നും പറയുന്നു. ഓക്കെ, മനസ്സിലായല്ലോ? മനസ്സിലായി? ഓക്കെ അല്ലേ? ഇത്ര മനസ്സിലായടേ? ഇനി ഈ ഗവൺമെന്റിന്റെ നടപടിക്രമങ്ങൾ, അതിൽ തെറ്റുകളുണ്ടെങ്കിൽ, കുറ്റങ്ങളുണ്ടെങ്കിൽ അവരെ നേർവഴിക്ക് കൊണ്ടുവരേണ്ടത് ആരാണ്? ഗവൺമെന്റിന്റെ നടപടിക്രമങ്ങളിലും ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അവരെ വിമർശിക്കുകയും അവരെ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിച്ച് അവരെ നേർവഴിക്ക് കൊണ്ടുവരേണ്ടതും ആരാണ് കുട്ടികളെ? പ്രതിപക്ഷമാണ്. ഓക്കെ അല്ലേ? ഈ പ്രതിപക്ഷത്തിന് ഗവൺമെന്റിന്, ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റിനാണെങ്കിൽ ലോകസഭയിലും സംസ്ഥാന ഗവൺമെന്റിനാണെങ്കിൽ നിയമസഭയിലും ഭൂരിപക്ഷം ഉണ്ടോ ഇല്ലേ എന്ന് അറിയാനുള്ള ഒരു മാർഗമാണ് അവിശ്വാസ പ്രമേയം അല്ലെങ്കിൽ നോ കോൺഫിഡൻസ് മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ശ്രദ്ധിച്ചു കേൾക്കാം. ശ്രദ്ധിച്ചു
നമുക്ക് നോക്കാം, ഓരോ പോയിന്റ് ആയിട്ട് നോക്കാം, ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നോക്കാം. അവിശ്വാസ പ്രമേയം, ഇപ്പം പ്രതിപക്ഷം അവതരിപ്പിക്കുന്ന അവിശ്വാസ പ്രമേയം പാസ്സായാൽ പകരം മന്ത്രിസഭ നിലവിൽ വരുന്നത് വരെ നിലവിലെ മന്ത്രിസഭ തുടരുന്നു എന്നുള്ളത് തെറ്റാണ്. അവിശ്വാസ പ്രമേയം, ഇപ്പൊ ഞാൻ കേന്ദ്ര ഗവൺമെന്റ് ബേസ് ചെയ്ത് തന്നെ പറഞ്ഞുതരാം. ഇവിടെ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കേണ്ടത് എവിടെയാണ്? ലോകസഭയിലാണോ രാജ്യസഭയിലാണോ? നിങ്ങൾ ഐഡിയ പരമായിട്ടൊന്ന് പറഞ്ഞേ. അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കേണ്ടത് ലോകസഭയിലാണോ രാജ്യസഭയിലാണോ? ലോകസഭയിലല്ലേ കൂട്ടുത്തരവാദിത്തം, ലോകസഭയിലല്ലേ ഭൂരിപക്ഷം വേണ്ടത്? ആണ്. അപ്പൊ ലോകസഭയിലാണ് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കേണ്ടത്. മനസ്സിലായ? ലോകസഭയിലാണ് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കേണ്ടത്. കൊള്ളാം, നിങ്ങൾ പറയുന്നു. ലോകസഭയിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കണമെങ്കിൽ എത്ര ആളുകൾ പിന്തുണയ്ക്കണം? ചുമ്മാ കയറി അവിശ്വാസ പ്രമേയം ഒന്നും അവതരിപ്പിക്കാൻ പറ്റത്തില്ല. ലോകസഭയിൽ എത്ര അംഗങ്ങൾ അതിന് പിന്തുണയ്ക്കണം? 50 അംഗങ്ങൾ. എത്ര അംഗങ്ങൾ കുട്ടികളെ? 50 അംഗങ്ങൾ അത് പിന്തുണയ്ക്കണം കേട്ടോ. 50 അംഗങ്ങൾ പിന്തുണയ്ക്കണം. ഓക്കെ അല്ലേ? 50 അംഗങ്ങൾ പിന്തുണയ്ക്കണം. 50 അംഗങ്ങൾ പിന്തുണച്ചാൽ മാത്രമേ ലോകസഭയിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ലോകസഭയിൽ അവിശ്വാസ പ്രമേയം പാസ്സാകണമെങ്കിൽ ഏത് മെജോറിറ്റിയാണ് വേണ്ടത് കുട്ടികളെ? പ്രത്യേക ഭൂരിപക്ഷമാണോ വേണ്ടത്? സിമ്പിൾ മെജോറിറ്റി ആണോ വേണ്ടത്? ഏതാണ് വേണ്ടത്? സിമ്പിൾ മെജോറിറ്റി അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷം എന്ന് നമുക്ക് പറയാം. കേവല ഭൂരിപക്ഷം അല്ലെങ്കിൽ സിമ്പിൾ മെജോറിറ്റിയാണ് വേണ്ടത്. ഇനി ഇത് പാസ്സായി കഴിഞ്ഞാൽ, അവിശ്വാസ പ്രമേയം പാസ്സായി കഴിഞ്ഞാൽ, പാസ്സാകുന്നതോടുകൂടി മന്ത്രിസഭ എന്ത് ചെയ്യുന്നു കുട്ടികളെ? മന്ത്രിസഭ പുറത്താകുന്നു. കാരണം അവർക്ക് എന്ത് നഷ്ടപ്പെട്ടു? അവർക്ക് അവരുടെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു. ലോകസഭയിൽ ഭൂരിപക്ഷം ആളുകൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പൊ അവർ എന്ത് നഷ്ടപ്പെട്ടു കുട്ടികളെ? അവരുടെ ഭൂരിപക്ഷം നഷ്ടപ്പെടുകയും അവർ പുറത്താക്കപ്പെടുകയും ചെയ്യും. മനസ്സിലായല്ലോ? അപ്പം ഈ പാസ്സായാൽ പകരം മന്ത്രിസഭ നിലവിൽ വരുന്നത് വരെ നിലവിലെ മന്ത്രിസഭ തുടരുന്നു എന്നുള്ള തെറ്റാണ്. പാസ്സാവുന്നതോടുകൂടി മന്ത്രിസഭ എന്ത് ചെയ്യുന്നു കുട്ടികളെ? പുറത്താകുന്നു. ഇനി അടുത്ത്, അവിശ്വാസ പ്രമേയത്തിന് സ്പീക്കറുടെ അനുമതി ആവശ്യമാണ്. ആണോ അല്ലേ? അവിശ്വാസ പ്രമേയത്തിന് സ്പീക്കറുടെ അനുമതി ആവശ്യമാണ്. ആണോ അല്ലേ? ആണ്. അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ 50 അംഗങ്ങളുടെ അനുമതി, അംഗങ്ങളുടെ സപ്പോർട്ടും വേണം. അതോടൊപ്പം തന്നെ സ്പീക്കറുടെ അനുമതിയും ആവശ്യമാണ്. 2 അവിശ്വാസ പ്രമേയങ്ങൾ തമ്മിലുള്ള കാലയളവ് 3 മാസമായിരിക്കും എന്ന് പറയുന്നുണ്ട്. അത് തെറ്റാണ്. 2 പാർലമെന്റ് സമ്മേളനങ്ങൾക്കിടയിലുള്ള കാലാവധി എത്രയാണ് കുട്ടികളെ? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. 2 പാർലമെന്റ് സമ്മേളനങ്ങൾക്കിടയിലുള്ള കാലാവധി 6 മാസമാണ് അല്ലെ? 6 മാസമാണ്. അതുകൊണ്ട് തന്നെ 2 അവിശ്വാസ പ്രമേയങ്ങൾക്കിടയിൽ തമ്മിലുള്ള കാലയളവും എത്രയായിരിക്കും? 6 മാസമായിരിക്കും. ഓക്കെ, അതായത് ഒരു അവിശ്വാസ പ്രമേയം ഒരു ഗവൺമെന്റ് ജയിച്ചു കഴിഞ്ഞാൽ, അവിശ്വാസ പ്രമേയത്തിൽ ഗവൺമെന്റ് ഭൂരിപക്ഷം തെളിയിച്ചു കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും 6 മാസം കൂടെ തുടരാൻ പറ്റും. ഓക്കെ, സിമ്പിൾ മെജോറിറ്റി ലളിതമായ ഭൂരിപക്ഷം, അതായത് ആ ദിവസത്തിൽ ഹാജരായി വോട്ട് ചെയ്യുന്ന അംഗങ്ങളുടെ 50+1. സിമ്പിൾ മെജോറിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ദിവസത്തിൽ ഹാജരായി വോട്ട് ചെയ്യുന്ന അംഗങ്ങളുടെ 50+1 ആണ് കേട്ടോ. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് തെറ്റായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 3 മാത്രം. 1, 3 മാത്രം. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, പാർലമെന്റ്, അതായത് നമ്മുടെ ലോകസഭയിലാണ് കേന്ദ്ര ഗവൺമെന്റിന് കൂട്ടുത്തരവാദിത്തമുള്ളത്. ആർട്ടിക്കിൾ 75(3). ഒരു കേന്ദ്ര ഗവൺമെന്റ് രൂപീകരിക്കുന്നത് ലോകസഭയിൽ ഭൂരിപക്ഷം ലഭിക്കുമ്പോഴാണ്. ഇനി സംസ്ഥാന ഗവൺമെന്റിന് കൂട്ടുത്തരവാദിത്തമുള്ളത് സംസ്ഥാന നിയമസഭയിലാണ്. ആർട്ടിക്കിൾ 164 2 പ്രകാരം സംസ്ഥാന ഗവൺമെന്റ് എങ്ങനെ രൂപീകരിക്കുന്ന സംസ്ഥാന നിയമസഭാ ഇലക്ഷനിൽ കൂടുതൽ സീറ്റ് ലഭിക്കുന്ന, ഭൂരിപക്ഷ സീറ്റ് ലഭിക്കുന്ന പാർട്ടിയുടെ അല്ലെങ്കിൽ മുന്നണിയുടെ നേതാവിനെ ഗവർണർ എന്ത് ചെയ്യും? ഗവൺമെന്റ് രൂപീകരിക്കാൻ ക്ഷണിക്കുമ്പോഴാണ് അത് എന്ത് ചെയ്യുന്ന കുട്ടികളെ? സംസ്ഥാന ഗവൺമെന്റ് രൂപം കൊള്ളുന്നത്. അപ്പൊ ഇവർക്ക് ഈ പറയുന്ന സഭകളിൽ ഭൂരിപക്ഷം ഉണ്ടോ ഇല്ലേ എന്ന് അവിശ്വാസ പ്രമേയത്തിലൂടെ പ്രതിപക്ഷത്തിന് പരിശോധിക്കാൻ കഴിയും. അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കണമെങ്കിൽ 50 അംഗങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. സ്പീക്കറുടെ അനുമതി ആവശ്യമാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ 3 മാസമല്ല 6 മാസമാണെന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. ഇത്രയും മനസ്സിലായോടാ? ഈ നോ കോൺഫിഡൻസ് മോഷനുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ആർട്ടിക്കിൾ ഒന്നുമില്ല കേട്ടോ. ഓക്കെ.
ഓക്കെ. ഇനി കോൺഫിഡൻസ് മോഷൻ ഉണ്ട്. അതായത് ഈ ഗവൺമെന്റിന് അവരുടെ കേട്ടോ, അത് നമുക്ക് മുന്നോട്ട് പഠിക്കാം. ഗവൺമെന്റിന് അവരുടേതായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഈ ലോകസഭയ്ക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ഈ സഭയ്ക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഗവൺമെന്റ് പ്രവർത്തനങ്ങൾ ശരിയായിട്ടുണ്ടോ, അത് നമ്മൾ വിശ്വാസ പ്രമേയം എന്ന് പറയും കേട്ടോ. അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പഠിക്കാം.